ലേറ്റ് ആയിട്ടുള്ള കല്യാണം, അതായത് ഇൻ ദ 40s 50s ഒക്കെ ഇല്ലേ, അതിനെക്കുറിച്ചും മേ ബി അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ആ ഏജിൽ എന്താ ഒപ്പീനിയൻ? മാരേജ് ശരിക്കും പറഞ്ഞാൽ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലാണ്. അതായത് മെച്യൂരിറ്റി ആയി, ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നുള്ള തിരിച്ചറിവായി, സെറ്റിലായി, അതായിരിക്കും റൈറ്റ് ഏജ് എന്ന്. കാരണം അപ്പോഴല്ലേ മുഴുവൻ തിരിച്ചറിവ് വരിക, ലോകവിവരം വരിക, അതേപോലെ കരിയറിൽ സെറ്റിൽ ആവുക. അപ്പോൾ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കേണ്ടതാണോ പറയുന്നത്? കഴിക്കാം, പക്ഷെ ആ സമയത്ത് രണ്ടുപേർക്കും ചിലപ്പോൾ അറിയാൻ പറ്റിയെന്നിരിക്കില്ല അവർക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നോ, എത്ര പിള്ളേർ വേണമെന്നോ, ഇതൊന്നും അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ജീവിതത്തിൽ ഏത് ഡയറക്ഷനോട്ട് പോകണമെന്നോ എല്ലാം ഈ പറഞ്ഞ 25-30 വയസ്സിൽ എല്ലാം ഡിസൈഡ് ചെയ്ത് എല്ലാം അറിഞ്ഞ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന്. പക്ഷെ ആ ഏജിലല്ലേ സത്യം പറഞ്ഞൊരു പാർട്ട്ണറിന്റെ ആവശ്യവും റീപ്രൊഡക്ഷൻ ഏറ്റവും നല്ല ഏജും ഒക്കെ. അപ്പൊ അതുവരെ ലൈക്ക് എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്തിരിക്കുവോ? ബയോളജിക്കലി പറഞ്ഞാല് ഏജ് യങ്ങർ ആയിരിക്കണം, പക്ഷെ പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ രാമന്റെ അഭിപ്രായത്തിൽ ഏത് പ്രായത്തിലായാലും കുഴപ്പമില്ല എന്നല്ലേ? ഓക്കെ. ആക്ച്വലി അതാ എനിക്ക് തോന്നുന്നു മിക്കവരും നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര എന്ന് വെച്ചാൽ എല്ലാവരും ഒരു ഈ എൽഡേർലി ഇതിന് ഇത്തിരി എഗെയിൻസ്റ്റ് ഉള്ള ഒരു കൾച്ചറാണല്ലോ, ചേഞ്ച് ചെയ്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഐ മീൻ അപ്പം നമ്മളിപ്പോൾ IVF റൂൾ വന്നിട്ടുണ്ട് മാക്സിമം ഏജ് 50 നിർത്താനായിട്ട്. അതിനെക്കുറിച്ച് എന്ത് തോന്നണോ? 50 വരെ പാടുള്ളൂ കുട്ടികൾ, അതോ 60 വരെയോ, അതോ 40 വരെയോ കുട്ടികളുടെ ചൈൽഡ് ബർത്തിൻ്റെ ഒക്കെ? കുട്ടികൾ വേണമെന്നുള്ളത് ഒരു മനുഷ്യന്റെ ജന്മസിദ്ധ അധികാരമാണ്. അധികാരം എന്ന് വെച്ചാൽ എന്താ പറയാ, എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ്. ജീൻ റെപ്ലിക്കേറ്റ് ചെയ്യാന്നുള്ളത് ഒരു ജീവന്റെ ബേസിക് കർമ്മമാണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അത് ഒരു ലോ പ്രകാരം ലിമിറ്റ് ചെയ്യാന്നുള്ളത് ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ മേ നോട്ട് ബി ദ ബെസ്റ്റ് ഹ്യൂമൻ. പക്ഷെ മെഡിക്കലി എന്തൊക്കെ പറഞ്ഞാൽ ഏജ് കൂടുമ്പോൾ എന്തായാലും റിസ്കുകൾ ഉണ്ടാവുമായിരിക്കും. ഓക്കെ ഉണ്ടാവുമായിരിക്കും. ആക്ച്വലി ഐ മീൻ ലൈക്ക് ഐ അഗ്രി വിത്ത് യു, ലൈക്ക് മാരേജ് ഏത് ഏജിലും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഫസ്റ്റ് മാരേജ് എനിക്ക് തോന്നുന്നില്ല. മേ ബി ലൈക്ക് യു വോണ്ട് ടു ഹാവ് എ പാർട്ട്ണർ ചെറുപ്പത്തിലായിരിക്കും നല്ലത്. പക്ഷെ അത് നടന്നില്ല, അല്ലെങ്കിൽ കല്യാണം ഡിവോഴ്സായി, സെപ്പറേറ്റഡ് ആയി, അല്ലെങ്കിൽ വിഡോ ആയി, അങ്ങനെ വിഡോവറായി. സോറി, ഇതിൽ ഫസ്റ്റ് മാരേജ് എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ മാരേജ് ഓൾറെഡി വന്നവിടെ. ഫസ്റ്റ് മാരേജ് അങ്ങനെ ഇത് വേറെ എല്ലായിടത്തും പോവും. നമ്മുടെ മനസ്സിൽ അപ്പം തന്നെ കമന്റ് സെക്ഷൻ പൊട്ടുക, ഫസ്റ്റ് മാരേജോ? ആ പ്രായത്തില് കല്യാണം മതി എന്ന് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കണത് ഈ 40 കഴിഞ്ഞ് കല്യാണം എന്ന് പറയുന്നത് ആദ്യത്തെയാണ് രണ്ടാമത്തെയാണോ ഞാൻ ഉദ്ദേശിച്ചത്? അല്ല, ഇതിങ്ങനെ തന്നെ പിടിക്കാൻ ശരിക്കും പറഞ്ഞത് ആദ്യത്തെ രണ്ടാമത്തെയാ? അല്ല, ടു ബി ഓണസ്റ്റ്, ആദ്യത്തെയാണ് ഉദ്ദേശിച്ചത് രണ്ടാമത്തെയാണോ? ആദ്യത്തെ അപ്പം മതി എന്നാണോ? ആദ്യത്തെ അതുവരെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ in their 40s do it only around their 40s and they live together അല്ലേ ചിലപ്പോൾ? അതുവരെ അപ്പൊ they live together till the time they have 2 kids 3 kids and then they go for marriage. I mean marriage is a later decision. അപ്പൊ what about the living together then? അത് ചോദിച്ചാൽ എങ്ങനെയാ? അപ്പൊ അതിന് പ്രത്യേകിച്ച് പ്രായപൂർത്തിയായാൽ എനി ടൈം യു ക്യാൻ ലിവ് ടുഗെദർ. ഐ മീൻ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിവ് ഇൻ ആൻഡ് മാരേജ്? അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ it's only contractual papers മാത്രമല്ല. ഐ മീൻ ഇഫ് യു ഡിസൈഡ് ടു ബി വിത്ത് സംബഡി, ആരുടെയെങ്കിലും കൂടെ ജീവിക്കാൻ തീരുമാനിച്ചാൽ അതിനൊരു പേപ്പറിന്റെ ആവശ്യം വേണമെങ്കിൽ ഇല്ല എന്ന് വേണേൽ പറയാം. പക്ഷെ നമ്മൾ സോഷ്യൽ കുറെ പ്രഷറുകൾ ഉണ്ടല്ലോ. ഇപ്പൊ ആൾക്കാർ തല്ല് പിടിക്കുമ്പോൾ ഒരു മാരേജ് ഉണ്ടെങ്കിൽ ആൾക്കാർ പോയാൽ തിരിച്ചു വരും. കാരണം ഓക്കെ, ഒരു ലീഗൽ ഇതുണ്ട്, ഡിവോഴ്സ് ബുദ്ധിമുട്ടായതുകൊണ്ട്. ഇതില്ല, ലിവിനാണെങ്കിൽ അവർ പെട്ടെന്ന് പോവില്ലേ, മാറിപ്പോവില്ലേ? അങ്ങനെ തോന്നണില്ലേ? ഐ മീൻ ലിവ് ഇൻ റിലേഷൻ ആണെങ്കിൽ ലൈക്ക് ഒരു ചെറിയ വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാളും മാറിപ്പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കില്ലേ? കുറച്ചും കൂടെ അറിയില്ല. ഐ മീൻ നമുക്കറിയില്ല ഏതാ റൈറ്റ് ഏതാ റോങ് എന്ന് നമുക്കറിയില്ല. ബട്ട് എനിവേ ലൈക്ക് എൽഡർലി പ്രഗ്നൻസിനെ കുറിച്ചോ വാട്ട്സ് യുവർ എന്താണ് ഒപ്പീനിയൻ? പിള്ളേര് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പോസിബിൾ അറ്റ് എനി ഏജ് അല്ലേ? എനിക്ക് ആക്ച്വലി 2-3 കേസ് ഞാൻ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഐ മീൻ എഗ് ഫ്രീസിങ് ഇപ്പോൾ കുറേ പെൺകുട്ടികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് പേഴ്സണലി ആൻഡ് മെഡിക്കലി പ്രഗ്നൻസിക്ക് ഏറ്റവും നല്ല ഏജ് ആക്ച്വലി അപ് ടു അറൌണ്ട് 30-35 ഒക്കെയാണ് ഐഡിയൽ ഏജ്. ബിക്കോസ് മെഡിക്കലി സ്പീക്കിംഗ് എഗിൻ്റെ ക്വാളിറ്റി കുറയും. ഇപ്പം അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കുറേ പെൺകുട്ടികൾ വൈകി കല്യാണം കഴിക്കുമ്പോൾ എഗ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അവർ കരിയറിന് പോകുന്നവരുണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് IT കപ്പിളല്ല, IT വർക്ക് ചെയ്യുന്ന ലേഡീസ് കുറേ പേര് എഗ് ഫ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ എഗ് ഉപയോഗിച്ചിട്ട്, പാർട്ട്ണർ ഉള്ളവരാണെങ്കിൽ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ പിന്നീട് ഇത് ചെയ്യാം. അപ്പം അങ്ങനത്തെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്.
ദാറ്റ് ഈസ് ഗുഡ്. ഐ മീൻ അവർക്ക് മെച്യൂറായിട്ട് മതി. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ പല പേഷ്യൻസും ഫസ്റ്റ് മാരേജ് ഡിവോഴ്സ് അല്ലെങ്കിൽ വിഡോസ് അല്ലെങ്കിൽ വിഡോവേഴ്സ്, സെക്കൻഡ് മാരേജ് അല്ലെങ്കിൽ ഈവൻ തേർഡ് മാരേജ് ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഡെത്തോ അങ്ങനെ പ്രോബ്ലമൊക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ലേറ്റ് പ്രഗ്നൻസി ഓൾറെഡി വന്നു. അപ്പോൾ അങ്ങനത്തെ മീൻ ഒരുപാട് പേഷ്യൻ്റ്, എന്നാലും ഞാൻ ചുരുക്കി 1-2 ഇതൊരു 48-year-old ലേറ്റ് മാരേജ്, 48 വയസ്സായി. ഇവർ മറ്റേ UK സെറ്റിൽ ചെയ്ത ജനിച്ച് വളർന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അവർക്ക് ആക്ച്വലി ലൈക്ക് ആദ്യം അവിടെ പാർട്ട്ണർ ഉണ്ടായി, പിന്നെ അത് വിട്ടുപോയി, നിന്നില്ല. പിന്നെ അവർ പറഞ്ഞ പോലെ വെസ്റ്റേൺ ഇതിൽ അവർ കല്യാണം കഴിക്കില്ലല്ലോ, മിക്കവാറും ലിവിനാണല്ലോ. അത് കഴിഞ്ഞിട്ട് അവർ പ്രായമായതിനു ശേഷം ഇന്ത്യയിൽ നിന്ന് ഇവിടെ നിന്ന് കല്യാണം കഴിച്ചു. ആൻഡ് ദേ വാണ്ടഡ് ദർ ഓൺ പ്രഗ്നൻസി. തമാശ എന്ന് വെച്ചാൽ ഇവർക്ക് ഇത്ര ഏജ് ഉണ്ടെങ്കിലും അവർ ഭയങ്കരമായിട്ട് ലൈഫ് സ്റ്റൈൽ നോക്കും. അവർ ഡയറ്റ് എക്സസൈസ് ഭയങ്കരമായിട്ട് നോക്കും. ഓർഗാനിക് ഫുഡ് ഒത്തിരി നോക്കുന്നതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ചാൻസസ് ഭയങ്കര കുറവാണെന്ന്, <1% ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും IVF ചെയ്തപ്പോൾ ഷീ കൺസീവ്ഡ്. അപ്പോൾ അങ്ങനെ റെയറായിട്ട് കിട്ടുള്ളൂ ആ ഏജിൽ. ആൻഡ് ഇനി പുറത്തെ രാജ്യത്ത് തണുപ്പൊക്കെയാണ്, അവരുടെ കുറച്ചും കൂടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലായിട്ടാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇവിടുത്തെ ലേഡീസിന് നമ്മൾ നോക്കുമ്പോൾ ആ ഏജിലൊക്കെ നമുക്ക് റിസൾട്ട് തീരെ കുറവാണ്. 40 above തന്നെ കുറവാണ്. അപ്പോൾ 44 ഒക്കെ കഴിയുമ്പോൾ ആക്ച്വലി ഭയങ്കര കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു വൺ ഓഫ് ലേഡി ഓൺ ഇത് കിട്ടിയിട്ടുണ്ട്. എന്നാ അത് കഴിഞ്ഞിട്ട് കൊച്ചു നല്ല ഹെൽത്തി ആയി കഴിഞ്ഞപ്പോൾ അവർ സെക്കൻഡിന് പിന്നെ അത് കഴിഞ്ഞ് ട്രൈ ചെയ്തു. കൊച്ചിന് ഇപ്പോൾ 3-4 വർഷമായി, പക്ഷേ സെക്കൻഡ് പിന്നെ ആയില്ല. പക്ഷേ അപ്പം മേ ബി നമ്മുടെ ജീവിത രീതിയും നമ്മുടെ പ്രഗ്നൻസി ക്വാളിറ്റിയൊക്കെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമായിരിക്കും ഡെഫിനറ്റ്ലി. അവർ ഭയങ്കര ഹെൽത്ത് ഫ്രീക്കായിരുന്നു. ഈ 2 കേസസിലും അവരുടെ ഓൺ എഗ് ആയിരുന്നു അതോ ഡോണർ എഗ് ആയിരുന്നു? ഇപ്പൊ പറഞ്ഞ കേസിൽ അവരുടെ ഓൺ എഗ് ആയിരുന്നു. ഓൺ എഗ് ആയിരുന്നു. ഡോണർക്ക് വേറെ കേസുണ്ട്. ഇപ്പോൾ വേറെ ഒരെണ്ണം ഞാൻ അടുത്ത്, ഇതിപ്പോൾ അവരുടെ ലേറ്റ് മാരേജ് അറ്റ് 42 years. അവർക്ക് കുറേ ഫൈനാൻഷ്യൽ പ്രോബ്ലമൊക്കെ ഒരു ലേഡി ആയിരുന്നു. അത് 42 കഴിഞ്ഞിട്ട് അവർ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഫെയിലായി. പിന്നെ ഒരു IVF ചെയ്തു, അത് ഫെയിലായി. പിന്നെ അവർ ആക്ച്വലി ഡോണർ എഗ് ഓപ്റ്റ് ചെയ്തു. അതിനൊരു ഹെൽത്തി കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ എംബ്രിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സാമ്പിൾ തന്നെ വെച്ചിട്ട് നമ്മൾ എംബ്രിയോ ഉണ്ടാക്കുമ്പോൾ അത് ഫ്രോസൺ ഉണ്ടായിരുന്നു. ഈ കുട്ടിക്ക് 2 വയസ്സായി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തേന് അത് തന്നെ ചെയ്തു, രണ്ടാമത്തെ ആയി. അപ്പോൾ ലൈക്ക് 48 years അവർക്ക് 2 കുട്ടികൾ, 2 പേരും നല്ല ഹെൽത്തി 2 കുട്ടികൾ ഫ്രം സെയിം ഇതുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളുണ്ട്. ബട്ട് എല്ലാവരും ആ ഏജിൽ ഹെൽത്തി ആവണമെന്നില്ല, ചിലർക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. വേറൊരു പേഷ്യൻ്റ്, ഇത് 47 വയസ്സായ പേഷ്യൻ്റ്, പക്ഷേ തേർഡ് മാരേജാണ്. ഫസ്റ്റ് മാരേജിൽ അവർ വേഗം തന്നെ അവർ വിഡോ ആയിരുന്നു. സെക്കൻഡ് മാരേജിൽ അവർക്ക് കുറേ ഡൊമസ്റ്റിക് വയലൻസ്, ആൽക്കഹോളിക് ഹസ്ബൻഡ്, കുറേ പ്രശ്നങ്ങളുണ്ടായി. അതിലവർക്ക് 2 പ്രാവശ്യം അബോർഷനായിപ്പോയി. പിന്നെ ഒരു കുട്ടി ന്യൂ ബോൺ ഡെത്തായി. അപ്പോൾ അവരുടെ ഭയങ്കര ആദ്യത്തെ ഇതിൽ ഹസ്ബൻഡ് മരിച്ചു, രണ്ടാമത്തെ ഇതിൽ 2 അബോർഷൻ കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായത് ഇതായി. പിന്നെ ഹസ്ബൻഡ് ഈ ഡൊമസ്റ്റിക് വയലൻസ് ഇത് കഴിഞ്ഞിട്ട് അതും ഡിവോഴ്സിൽ ഇതായിട്ട് അവർ തേർഡ് മാരേജിൽ, എന്നിട്ടും ദേ കെപ്റ്റ് ട്രൈയിങ്. തേർഡ് മാരേജ് ആളുടെ ഫസ്റ്റ് മാരേജ് ആയിരുന്നു. അപ്പോഴത്തേക്ക് ഇവർക്ക് ഏജും കൂടിയല്ലോ. അതിനകത്ത് അവർ IVF ഫെയിൽഡ്, DE ഫെയിൽഡ്. അതിനകത്ത് അവർ IVF ചെയ്തത് ഫെയിലായി, ഡോണർ എഗ് ചെയ്തതും ഫെയിലായി. ബൈ ദ ടൈം അവരുടെ ഏജും കൂടിയല്ലോ. എന്നിട്ട് അവർക്ക് ആക്ച്വലി ഡോണർ എഗ് വിത്ത് സറഗസി ചെയ്തിട്ട് കുട്ടിയുണ്ടായി. തമാശ എന്താണെന്ന് വെച്ചാൽ മറ്റേ നൗ ദേ വെരി വെരി ഹാപ്പി. എന്ന് വെച്ചാൽ ഡോണർ ചെയ്യുമ്പോൾ ഹസ്ബൻഡ് സാമ്പിളാണല്ലോ. അപ്പോൾ ലൈക്ക് ഇതിൽ തേർഡ് മാരേജാണ്. ഫസ്റ്റ് ശരിയായില്ല, സെക്കൻഡ് ശരിയായില്ല, ഇത്രയും ട്രോമ ഉണ്ടായി. അവർ പല പ്രാവശ്യം ഡിപ്രഷൻ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് തിരിച്ചു വന്നു. പക്ഷേ ഷീ ഈസ് സച്ച് എ സ്ട്രോങ് ലേഡി. തേർഡ് ടൈം ലൈക്ക് ഇത്ര IVF ഫെയിലായി, ഡോണർ ഫെയിൽ, ആ പെർസിസ്റ്റൻസ് ആൻഡ് ഫൈനലി ആയി. അപ്പോൾ ഐ ഫീൽ ദാറ്റ് ഇത് നല്ല കഥയാണ്. ലൈക്ക് യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. ആൻഡ് എക്സ്ട്രീംലി ഹാപ്പി അവർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ഇത് ലൈക്ക് എല്ലാ ഏജിലും പേരൻസ് ആവാനായിട്ടൊരു അവകാശമുണ്ട്. ഇപ്പോൾ നിയമം അനുസരിച്ച് അവർ 50 years 50 വയസ്സ് കട്ട് ഓഫ് വെച്ചേക്കണത്. ഐ മീൻ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. മെഡിക്കലി സ്പീക്കിംഗ് കോംപ്ലിക്കേഷൻസ് കുറച്ചും കൂടെ മേ ബി കൂടുതലായിരിക്കാം. 50 വെച്ചിരിക്കുന്നത് ലേഡീസിനാണ് അല്ലേ? 50 ലേഡീസിനാണ്, ആണുങ്ങൾക്കല്ല. അപ്പോൾ ഇതെന്താ വെച്ചേക്കണമെന്ന് വെച്ചാൽ മെനോപോസ് തന്നെയാണ് വെച്ചേക്കണേ അവർ.
പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ സർഗസിക്കും ഈ 50 ബാധകമാണ്. IVF-നും ഡോണർ എഗിനും സർഗസിക്കും എല്ലാത്തിനും 50 ബാധക. അപ്പൊ മെനോപോസിന്റെ കഥ പറഞ്ഞപ്പോ ഇത് കണ്ടോ, ഇത് 49 ഇയേഴ്സ്. ഇവര് മറ്റേ സെക്കൻഡ് മാരേജ്, ഇവരുടെ സെക്കൻഡ് മാരേജ് ഈ ലേഡിയുടെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് 1 വർഷമായിട്ടുള്ളൂ കേട്ടോ. സെക്കൻഡ് മാരേജ് അന്ന് വന്നപ്പോൾ, ട്രീറ്റ്മെൻറ്റിന് വന്നപ്പോൾ, സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് അവർ 6 മാസം കഴിച്ചപ്പോൾ അവർ മെനോപോസായി. അപ്പോൾ അവരുടെ എല്ലാ പ്രതീക്ഷയും പോയി. അപ്പോൾ ലൈക്ക് ഫസ്റ്റ് മാരേജിൽ ഒത്തിരി പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ട് ഡിവോഴ്സ് ആയതായിരുന്നു. അതിനകത്ത് ഫസ്റ്റ് മാരേജിൽ അവർക്ക് 3 മിസ്കാരേജും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പ്രതീക്ഷയോടെ 2ാമത് കല്യാണം കഴിച്ചപ്പോൾ തന്നെ മെൻസസ് നിന്നുപോയി. പക്ഷേ അവർക്ക് നമ്മൾ ഹോർമോൺസ് ഒക്കെ കൊടുത്ത് യൂട്രസ് ഡെവലപ്പ് ചെയ്ത് എന്നിട്ട് അവർക്ക് എന്ത് ചെയ്താൽ ലൈനിങ് വളരുന്നുണ്ടായില്ല. അപ്പം നമ്മൾ ഈ PRP എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഗ്രോത്ത് ഫാക്ടർ. അത് വെച്ച് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 3 months ഓഫ് പ്രൈമിങ് കഴിഞ്ഞിട്ട് അവർക്ക് ഡോണറൊക്കെ ചെയ്ത് അവർ കൺസീവ് ആയി കുട്ടി ഉണ്ടായി. അപ്പം മെൻസസ് നിന്നാലും ആക്ച്വലി കുട്ടി ഉണ്ടാകാൻ പറ്റും, വിത്ത് ഡോണറൊക്കെ പറ്റും. അപ്പോൾ യൂട്രസിലുണ്ടാകുന്ന സെപ്പറേറ്റ് ലൈനിങ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും നമ്മൾ ഈസ്ട്രജൻ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യും. നമ്മളിങ്ങനെ വിത്ത് മുളയ്ക്കുന്ന പോലെയാണ്, അങ്ങനെയാണ്. പിന്നെ കുറേ പേഷ്യൻ്റ് ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിങ് എന്തെങ്കിലും ഇത് പറഞ്ഞതുകൊണ്ടേ ഓൾഡർ ഏജ്. വേറെ ഒരു പേഷ്യൻ്റ്, ഇതിപ്പോൾ 46 വയസ്സായ ഒരു പേഷ്യൻ്റ്, ലേറ്റ് മാരേജ് 40. ഇവരുടെ ആദ്യത്തെ കല്യാണം ജാതക പ്രശ്നം കാരണം കുറേ പേരുടെ കല്യാണം നടക്കില്ല. അപ്പോൾ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ജാതകവും പോയി, എല്ലാം പോയി. പിന്നെ അവർ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കും. അവർക്ക് 46-ൽ അവരുടെ ഓൺ IVF ഫെയിലായി, പിന്നെ ഡോണറൊക്കെ ചെയ്തപ്പോൾ ട്വിൻസ് ഉണ്ടായി. അവരുടെ പ്രഗ്നൻസി നല്ല ഹെൽത്തി ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ചിലവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്, ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഫൈബ്രോയിഡ് അങ്ങനെയുള്ള ഇഷ്യൂ. അപ്പം ചിലവർക്ക് അതുണ്ടെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാനും പറ്റും. വേറൊരു കഥ, ഇവർ 49, ഇവരുടെ ആക്ച്വലി മകൻ ഇച്ചിരി വലുതായതിന് ശേഷം മരിച്ചുപോയ ഇതാണ്. അവരെ അഡോപ്റ്റ് ചെയ്ത് 2 കുട്ടികളെ. അവർ വലുതായി കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് 3 അബോർഷൻ, 3 മിസ്കാരേജ്. പിന്നെ അവർക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, അത് ലാപ്രോസ്കോപ്പി ചെയ്ത് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡോണറൊക്കെ ചെയ്തിട്ട് പ്രഗ്നൻസി ആയി. അപ്പോൾ ആളുകൾക്ക് ദേ വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ് ആക്ച്വലി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബേസിക് ഇതല്ലേ, കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ഇതാണല്ലോ. ഇനിയിപ്പോൾ മുന്നോട്ട് പോകും തോറും ഇത് മിക്കവാറും കൂടി വരാൻ സാധ്യതയുണ്ട്. കാരണം എന്ത് തോന്നുന്നു, ലേറ്റ് മാരേജിന്റെ കാരണം എന്തായിരിക്കും? ഇപ്പോൾ എല്ലാവരും കരിയർ ഓറിയന്റഡ് ആണ്. ഇപ്പോൾ ഇൻഡിപെൻഡൻസിലാണ് ഇപ്പോൾ എല്ലാവരും ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ലേഡീസ് ഇപ്പോൾ എവരിബഡി ബിലീവ്സ് PCOS ഉള്ളവർക്ക് പിന്നെ ജനറലി കരിയർ എന്ന് വെച്ചാൽ ആ ഒരു താല്പര്യം കുറവാണ്. ഇപ്പം നമ്മൾ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞില്ലേ, പോൺ അഡിക്ഷൻ കാരണം പുരുഷന്മാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പങ്കാളി വേണമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. ദേ ഡോണ്ട് ഫീൽ ലൈക്ക് ഹാവിങ് എ റിയൽ പാർട്ട്ണർ. ഇതുണ്ടല്ലോ, സൗകര്യമായല്ലോ, ശല്യമൊന്നും ഇല്ലല്ലോ എന്നൊരു ചിന്ത അവർക്കുണ്ട്. സ്ത്രീകൾക്കായാലും ലേറ്റസ്റ്റ് ട്രെൻഡ് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ഫാഷൻ. അങ്ങനെയാണ് ഇപ്പോൾ. അത് ശരി, അതെ, അങ്ങനെയാണ്. യു ഷുഡ് നോട്ട് ഈവൻ ഹാവ് എ ബോയ് ഫ്രണ്ട്. അപ്പോൾ അത് അതിന് പകരം എന്താ വേണ്ടേ? അല്ല, ഒന്നും വേണ്ട. എനിക്ക് ലേറ്റസ്റ്റ് ട്രെൻഡ് ഒന്നും സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. പിള്ളേരുടെ ഇടയ്ക്കുള്ള ട്രെൻഡൊന്നും എനിക്കറിയില്ല. അപ്പം രാമിനോട് ചോദിക്കാമല്ലേ. അല്ല, പക്ഷേ ഞാൻ ആസ് എ ഡോക്ടർ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, കുട്ടികൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇവർക്കൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കുട്ടികളുടെ. പക്ഷേ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ പ്രഗ്നൻസി ആവുമ്പോൾ സ്വന്തം കുഞ്ഞ് എന്നുള്ള ഒരു ഇത് കിട്ടും, വൺ തിങ്. വേറൊരു സാധനം, നമുക്ക് മെഡിക്കൽ പ്രോബ്ലംസ് പ്രായം കൂടുമ്പോൾ കൂടും ആക്ച്വലി. പിന്നെ കാര്യമൊക്കെ മച്യൂറാവും, അണ്ടർസ്റ്റാൻഡിങ് ഒരു ഇതെല്ലാം സമ്മതിച്ചു. പക്ഷെ നമുക്ക് എല്ലാത്തിനും ഒരു പ്രായമുണ്ട്, പ്രകൃതി തീരുമാനിച്ച പ്രായം ഉണ്ടല്ലോ. അപ്പം പറ്റുവാണെങ്കിൽ ഇവൻ കരിയർ ഉണ്ടെങ്കിലും ഒരുപാട് വൈകാതെ ഇൻ ദ ലേറ്റ് 20s അല്ലെങ്കിൽ ലൈക്ക് 30s, അതായത് നമുക്ക് കരിയർ, കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ടെങ്കിലും കരിയർ ആവാലോ. എൻ്റെ കല്യാണം 19ാമത്തെ വയസ്സിൽ കഴിഞ്ഞതാണ്. ഞാനത് കഴിഞ്ഞിട്ട് MBBS ഫുൾ കംപ്ലീറ്റ് ചെയ്തു. പോസ്റ്റ് ഗ്രാജുവേഷൻ UK പോയി ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഫൈനൽ ഇയർ ഒരു കൊച്ചുണ്ടായി. എൻ്റെ കൊച്ചിനെയും കൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ഫൈനൽ ഇയർ MBBS എഴുതുമ്പോൾ എൻ്റെ കൊച്ചിന് 1 മാസം പ്രായമുള്ളൂ. 1 month ബേബീനെയും കൊണ്ട്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു ബേബീനെയും കൊണ്ട് ഞാൻ പോയി പരീക്ഷ എഴുതിയത്. ഡോക്ടേഴ്സിന് വേറെ മുറിയിലിരുത്തി, കാരണം എനിക്ക് ഫുൾ ഡേ എക്സാം. അപ്പോൾ അതൊന്നും എനിക്ക് അന്ന് അത്ര ചാലഞ്ചിങ് ആയിരുന്നു, പക്ഷേ ഡിഫിക്കൽട്ടോ ഐ തിങ്ക് ഇറ്റ്സ് എ ഡൂവബിൾ തിങ്. കരിയർ നമുക്ക് വേണമെങ്കിൽ കൊണ്ടു നടക്കാം. UK ആണെങ്കിൽ ആരും ഹെൽപ്പിനില്ല, 2 കുഞ്ഞു ബേബീസും.
സോ കരിയറിന് വേണ്ടി ബയോളജി മാറ്റി വെക്കരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാർട്ട്ണർ ഉണ്ടാവുന്നത്, ഇൻറ്റിമസി, ചില കാര്യങ്ങളുണ്ട് എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യണം. പിന്നെയും ചെയ്യാം, ലൈക്ക് ഇപ്പം അത് വർക്ക് ആയില്ല, യു കുഡൻ ഹാവ് ഇറ്റ്, ആദ്യത്തെ ഫെയിലായിരുന്നു, അങ്ങനെ അറ്റ് എനി ഏജ് ചെയ്യാം. 60 വയസ്സിൽ 80 വയസ്സിലൊക്കെ കല്യാണം കഴിക്കാം. ബട്ട് ടു ഹാവ് എ ചൈൽഡ്, അതിനെ വളർത്തിക്കൊണ്ടുവരാനും ഇതിനൊക്കെ മേ ബി യങ്ങർ ഏജാണ് മെഡിക്കലി ലോജിക്കലി ദി ഐഡിയൽ തിങ്. അപ്പോൾ മേ ബി തിങ്സ് വിൽ ചേഞ്ച്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നാച്ചുറൽ പ്രഗ്നൻസിയുടെ സാധ്യത കുറയുമായിരിക്കും. ആൾക്കാർ തമ്മിലുള്ള സെക്ഷൽ റിലേഷനും ഇതൊക്കെ തീരെ കുറഞ്ഞ് വരുമ്പോൾ മോസ്റ്റ് ലൈക്ലി എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനൊക്കെ ആവുന്ന ഒരു കാലഘട്ടം വരുമായിരിക്കും. എന്ത് തോന്നണു? പോൺ അഡിക്ഷനും ഇതൊക്കെ കൂടെ. അതെ, അതിനും ആള് വേണ്ടെന്നുള്ള ഒരു ഇതിലോട്ട് വരും. അല്ലെങ്കിൽ അതിനും സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്യും. ഇന്ന ക്വാളിറ്റി ഉള്ള, ഇന്ന സോഷ്യൽ സ്റ്റേച്ചറുള്ള ആളുടെ ഇത് വേണം എന്നുള്ള ലെവലിലോട്ട് പോകും. അല്ല, അത് ഓൾറെഡി ഉണ്ടല്ലോ. ആൾക്കാർ ഇപ്പോൾ ഡോണറിന് ചോദിക്കുമ്പോൾ ദേ ആസ്ക് ഫോർ ദാറ്റ്. വെളുത്തിരിക്കണം, ഇത്ര ഹൈറ്റ് വേണം, ഇന്ന ജോലി വേണം, ഇന്ന സ്വഭാവം വേണം എന്നൊക്കെ ആൾക്കാർ വേണം. ഡിസൈനർ ബേബീസ് ആ ഓൾറെഡി ദർ, അതുണ്ട്. പിന്നെ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആകുമ്പോഴും ഡിസൈനർ ബേബീസിന് പോവായിരിക്കും. പിന്നെ ആൾക്കാർ ഗ്രൂപ്പായിട്ട് ജീവിക്കാൻ തുടങ്ങുമായിരിക്കും, മേ ബി പോസിബിളി. കാരണം നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരല്ല. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ജീവിച്ച് പാർട്ട്ണർ ഇല്ലെങ്കിലും നമുക്ക് ആക്ച്വലി ഒരു പാക്കിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. സൊസൈറ്റി. ഇപ്പം ആനകൾ അല്ലെങ്കിൽ ഈ മറ്റേ ചെന്നായകളൊക്കെ ഗ്രൂപ്പ്, മങ്കീസൊക്കെ ഗ്രൂപ്പല്ലേ, നമ്മൾ അതുപോലത്തെ ആയതുകൊണ്ട് വി മേ ഹാവ് ടു ലിവ് ഇൻ ഗ്രൂപ്പ്സ് ഇൻസ്റ്റെഡ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ആക്ച്വലി ഫ്യൂച്ചറിൽ മോസ്റ്റ് ലൈക്ലി ചേഞ്ച് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് പ്രോബബ്ലി എ റിയാലിറ്റി അല്ലേ? അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്. ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. കാരണം ആണുങ്ങളെ ഒരു സൈഡിൽ പോൺ അത് ഇത് പിടിച്ച് വലിക്കുന്നു, ലേഡീസ് പ്രശ്നങ്ങൾ. പക്ഷെ ഒരു ഏജിൽ ഹോപ്പ് വിടരുത്, അതാണ് മെസ്സേജ് അല്ലേ? എല്ലാ ഏജിലും ഫൈൻഡ് സംബഡി ടു ബി വിത്ത്, ടു ഹാവ് എ ചൈൽഡ് ഓർ നോട്ട് ടു ഹാവ് എ ചൈൽഡ്, ഇൻറ്റിമേറ്റ് ആവാനായിട്ട് എല്ലാ ഏജിലും ഫൈൻഡ് എ പാർട്ട്ണർ. സെക്ഷുവാലിറ്റി എല്ലാ ഏജിലും പോസിബിളാണ്.